ഹലോ ഗൈസ്, എല്ലാവർക്കും MTM പ്രോഗ്രാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, ഇന്ന് നമ്മുടെ മൂവി ഹാക്കിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ്. സോ മൂവി ഹാക്ക് അറിയാത്തവർക്ക്, മൂവി ഹാക്ക് എന്ന് വെച്ചാൽ നമ്മുടെ മൂവീസിൽ അല്ലെങ്കിൽ ഗെയിംസിലൊക്കെ നമ്മുടെ ഹീറോസിൻ്റെ വില്ലൻസിൻ്റെയൊക്കെ ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ വെപ്പൺസ് അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന കൂൾ കാര്യങ്ങളൊക്കെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ അസാസിൻ ക്രീഡ് എന്ന ഗെയിമിൽ ഒരു ഹിഡൻ വെപ്പൺ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്, തീർച്ചയായിട്ടും വാച്ച് ചെയ്യാം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഫിംഗർ പ്രിൻറ്റിനെ കുറിച്ചുള്ളതാണ്. നമ്മൾ ഫോറൻസിക്സ് അല്ലെങ്കിൽ ക്രൈം സീൻസൊക്കെ ഉള്ള മൂവീസ് കണ്ടിട്ടുണ്ടാവും. ഫോറൻസിക് ഓഫീസേഴ്സൊക്കെ ഫിംഗർ പ്രിൻറ്റ് ഇംപ്രഷൻസ് ഒക്കെ എടുക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫിംഗർ പ്രിൻറ്റ് ഇംപ്രഷൻസ് എടുക്കാൻ വേണ്ടി പോകണം. അത് നമ്മുടെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വസ്തുക്കൾ കൊണ്ടാണ് നമ്മൾ ഫിംഗർ പ്രിൻറ്റ് എടുക്കാൻ വേണ്ടി പോകുന്നത്. സോ ഗൈസ്, നിങ്ങൾ ഈ ചാനലിലേക്ക് ആദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്തോളാം. സോ ഗൈസ്, ഫിംഗർ പ്രിൻറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. ഈ ലോകത്തുള്ള ഏതൊരാളുടെ ഫിംഗർ പ്രിൻറ്റും 3 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ കാറ്റഗറി ലൂപ്പ്, രണ്ടാമത്തെ ആർച്ചസ്, മൂന്നാമത്തെ വ്രോൾ. ഏതൊരാളുടെ ഫിംഗർ പ്രിൻറ്റും ഈ 3 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെട്ടതായിരിക്കും. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒന്നാണ്, ഒരാളുടെ ഫിംഗർ പ്രിൻറ്റ് മറ്റൊരാൾക്ക് ഒരിക്കലും ഉണ്ടായിരിക്കുന്നതല്ല. ഈവൻ ട്വിൻസിന് പോലും DNA സെയിം ആയിരുന്നാലും ഫിംഗർ പ്രിൻറ്റ് സെയിം ആയിരിക്കുന്നതല്ല. സോ ഗായ്സ്, എങ്ങനെയാണ് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ഇംപ്രഷൻസ് ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ഒരു സർഫേസിലൊക്കെ ഉണ്ടാകുന്നത്? ഇതിന് 3 റീസൺസ് ആണുള്ളത്. ഒന്ന് നമ്മുടെ സ്വെറ്റ്, അതായത് നമ്മുടെ വിയർപ്പ്. രണ്ടാമത്തേത് ഓയിലി പാർട്ടിക്കിൾസ്. മൂന്നാമത്തേത് പ്രോട്ടീൻ. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ഫിംഗേഴ്സിൽ ഉണ്ടായത് കൊണ്ടാണ് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ടച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ചെറുതായിട്ട് പിടിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ് അവിടെ ഉണ്ടാവാൻ കാരണം. സോ ഗായ്സ്, ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥൻ ഒരു ക്രൈം സീനിൽ ചെന്നാൽ അദ്ദേഹത്തിന് 3 തരത്തിലുള്ള ഇംപ്രഷൻസ് ആണ് കാണാൻ സാധിക്കുക. ലാറ്റൻറ്റ്, പാറ്റൻറ്റ്, പിന്നെ പ്ലാസ്റ്റിക്. ഇത് ലാറ്റൻറ്റ് ഇംപ്രഷൻ എന്ന് വെച്ചാൽ നമ്മളെ കണ്ണുകൊണ്ട് ഡയറക്റ്റായിട്ട് കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള ഇംപ്രഷൻസിനെയാണ് ലാറ്റൻറ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ടേബിൾ തൊടുകയോ അല്ലെങ്കിൽ ഡോറിൻ്റെ ലോക്കിൽ പിടിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇംപ്രഷൻസിനെയാണ് ലാറ്റൻറ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. ഈ ലാറ്റൻറ്റ് ഇംപ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള പൗഡേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതും ലാറ്റൻറ്റ് ഇംപ്രഷനാണ്. രണ്ടാമത്തെ തരം ഇംപ്രഷനാണ് പാറ്റൻറ്റ് ഇംപ്രഷൻ. ഈ പാറ്റേൺ ഇംപ്രഷൻ എന്ന് വെച്ചാൽ ബ്ലഡ് സ്ട്രെയിൻസ് ആയത് അല്ലെങ്കിൽ ഗ്രീസ് ആയത് ആ തരത്തിലുള്ള ഇംപ്രഷൻസിനാണ് പാറ്റേൺ ഇംപ്രഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് പ്ലാസ്റ്റിക് ഇംപ്രഷൻ. പ്ലാസ്റ്റിക് ഇംപ്രഷൻ ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമ്മുടെ ചോക്ലേറ്റ്. നമ്മുടെ ചോക്ലേറ്റൊക്കെ പിടിക്കുന്ന സമയത്ത് അതിൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് കറക്റ്റായിട്ട് കാണാറുണ്ട്. ഒരു 3D സ്ട്രക്ചറുള്ള ഒരു ടൈപ്പായിരിക്കും ആ തരത്തിലുള്ള ഇംപ്രഷൻസൊക്കെ. ഈ തരത്തിലുള്ള 3D സ്ട്രക്ചർ ഉണ്ടാക്കുന്ന ഇംപ്രഷൻസിനെയാണ് പാറ്റേൺ ഇംപ്രഷൻ എന്ന് പറയുന്നത്. സോ ഗൈസ്, ഇത്രയാണ് ബേസിക്കായിട്ട് ഫിംഗർ പ്രിൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. സോ നമുക്ക് നമ്മുടെ ടെസ്റ്റിലേക്ക് പോയാലോ. സോ ഗൈസ്, നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനമൊക്കെ ആവശ്യമുണ്ട്. സോ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനം മാത്രമാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഫസ്റ്റായിട്ട് വേണ്ടത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റാണ്. ഞാനിവിടെ ഒരു മൊബൈൽ ഫോണും അതുപോലെ തന്നെ ഒരു കപ്പുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു കോട്ടൺ പഞ്ഞിയാണ്. സോ ഗൈസ്, നമുക്ക് അടുത്തായിട്ട് വേണ്ടത് പൗഡറാണ്. ഫോറൻസിക് ഓഫീസേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന പല ടൈപ്പ് കെമിക്കൽ പൗഡേഴ്സാണ്. ഇപ്പോൾ ടൈറ്റാനിയം ഡയോക്സൈഡ് അതുപോലെ തന്നെ കാർബൺ കണ്ടൻറ്റുള്ള പൗഡേഴ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ബോഡിയിലൊക്കെ യൂസ് ചെയ്യുന്ന ടാൽക്കം പൗഡറാണ്. രണ്ടാമതായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പെൻസിലിൻ്റെ പൗഡറാണ്. കാരണം നമ്മുടെ പെൻസിലിൽ ഗ്രാഫൈറ്റാണ്, അതൊരു കാർബൺ കണ്ടൻറ്റാണ്. അപ്പോൾ ഈ കാർബൺ കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെൻസിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ പെൻസിൽ നമ്മളൊരു സാൻഡ് പേപ്പറിൽ ഉരച്ചിട്ട് അതിൻ്റെ പൗഡറാണ് എടുക്കുന്നത്. സോ ഗൈസ്, നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ ഒബ്ജക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫോണാണ്. അതുപോലെ തന്നെ നമ്മൾ പൗഡറായി യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പെൻസിലിൻ്റെ ഗ്രാഫൈറ്റ് പൗഡറാണ്. സോ നമ്മുടെ കോട്ടൺ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഗ്രാഫൈറ്റ് പൗഡറിൽ ചെറുതായിട്ട് ഡിപ്പ് ചെയ്യാണ്. വളരെ ചെറിയൊരു എമൗണ്ട് മാത്രം മതി. എന്നിട്ട് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിലൂടെ ചെറുതായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമ്മുടെ ഫോണിൽ കണ്ടാൽ അധികം ട്രേസസ് ഒന്നും കാണാനില്ല. പക്ഷേ നമ്മൾ ബ്രഷ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സിൻ്റെ ട്രേസസൊക്കെ അതിൽ വ്യക്തമായി കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും പൗഡർ കൂടുതൽ എടുക്കാൻ പാടില്ല. വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമാണ് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, നമുക്ക് നല്ലൊരു ട്രേസ് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഈ കിട്ടിയ ഈ ട്രേസ് നമ്മൾ വേറൊരു പ്ലാസ്റ്റിക് കാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകാം. സോ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇൻസുലേഷൻ ടേപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇൻസുലേഷൻ ടേപ്പിൻ്റെ ഒരു പോയിൻ്റ് ഞാൻ ആദ്യം ഒന്ന് ഫിക്സ് ചെയ്തു. എന്നിട്ട് ബാക്കിയെല്ലാം ഒന്ന് സ്വൈപ്പ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്.
ഒരു കാര്യം ശ്രദ്ധിക്കണം, സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് എയർ ബബിൾസ് ഇല്ലാത്ത രീതിയിൽ സ്വൈപ്പ് ചെയ്യണം. ഞാൻ ചെയ്ത സമയത്ത് ചെറുതായിട്ടൊരു എയർ ബബിൾ കയറിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഞാനത് റിമൂവ് ചെയ്തിട്ടുണ്ട്. നമ്മളെടുത്ത ഈ ഫിംഗർ പ്രിൻറ്റ് നമ്മളൊരു പ്ലാസ്റ്റിക് കാർഡിലോട്ട് മാറ്റാൻ വേണ്ടി പോകണം. ഞാനിവിടെ പ്ലാസ്റ്റിക് കാർഡായി എടുത്തിട്ടുള്ളത് നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ഫയൽ കട്ട് ചെയ്തെടുത്ത ഒരു പീസ് മാത്രമാണ്. നമ്മൾ എടുത്തു വെച്ച ഇംപ്രഷൻസ് എല്ലാം ഈ ഒരു കാർഡിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പോകണം. സോ ഗായ്സ്, നമുക്കൊരു അടിപൊളി ഫിംഗർ പ്രിൻറ്റ് ഇംപ്രഷൻ തന്നെയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. സോ അടുത്തതായിട്ട് നമ്മുടെ ബോഡിയിലൊക്കെ യൂസ് ചെയ്യുന്ന ടാക്കം പൗഡർ വെച്ചുകൊണ്ട് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം. സോ ഗായ്സ്, ഇത് നിങ്ങൾ കണ്ടാൽ അറിയാം നമ്മുടെ ഗ്രാഫൈറ്റിൻ്റെ അത്ര ഒരു എഫക്റ്റീവായിട്ട് ഇത് കിട്ടിയിട്ടില്ല. സോ അതുകൊണ്ട് നമ്മൾ ഫർദർ സ്റ്റെപ്സ് നമ്മളിതിൻ്റെ ചെയ്യുന്നില്ല. പകരം നമ്മൾ ഗ്രാഫൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് വേറൊരു ഒബ്ജക്റ്റിൽ നമുക്കിത് ടെസ്റ്റ് ചെയ്യാം. സോ ഗായ്സ്, ഇപ്രാവശ്യം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു കോഫി കപ്പാണ്. സെയിം പ്രൊസീജിയർ തന്നെ നമ്മുടെ കോട്ടൺ യൂസ് ചെയ്തുകൊണ്ട് ഗ്രാഫൈറ്റിൽ ചെറുതായിട്ട് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകണം. സോ ബ്രഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, വളരെ സോഫ്റ്റായിട്ടാണ് ബ്രഷ് ചെയ്യേണ്ടത്. തൊട്ടില്ല എന്ന രീതിയിൽ വളരെ സോഫ്റ്റായിട്ട് ചെയ്താൽ നമുക്ക് ആ ഇംപ്രഷൻസ് കറക്റ്റായിട്ട് കിട്ടും. സോ ഗായ്സ്, നമ്മുടെ ഇംപ്രഷൻസ് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് തന്നെ വരുന്നുണ്ട്. നല്ലൊരു ഇംപ്രഷൻ തന്നെയാണ് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. സോ ഗായ്സ്, ഇനിയും സെയിം പ്രൊസീജിയർ തന്നെ നമ്മുടെ ഇൻസുലേഷൻ ടാപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇംപ്രഷൻസ് നമ്മളൊരു കാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം. നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് കാർഡ്, അതിന് ലിഫ്റ്റ് കാർഡ് എന്നും അസറ്റേറ്റ് കാർഡ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഈ കാർഡിൽ ഒരുപാട് ഡീറ്റെയിൽസ് എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതായത് ക്രൈം സീൻ ഡീറ്റെയിൽസ്, ഡേറ്റ്, ആരാണ് ടെസ്റ്റ് ചെയ്തത്, എവിടെ നിന്നാണ് ഈ ഇംപ്രഷൻ കിട്ടിയത്, അതുപോലെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. സോ ഗായ്സ്, നമുക്കൊരു അടിപൊളി റിസൾട്ട് തന്നെയാണ് ഗ്രാഫൈറ്റ് യൂസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അമർത്തുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ബൈ.